മണ്ണിടിഞ്ഞ് 4 ദിവസമായി ഗതാഗത കുരുക്ക് തുടരുന്ന താമരശ്ശേരി ചുരത്തിൽ ഒടുവിൽ കോഴിക്കോട് ജില്ലാ കലക്ടർ സന്ദർശനം നടത്തി. വ്യാപക വിമർശനങ്ങൾക്കൊടുവിലാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്കുള്ള ജില്ലാ കലക്ടറുടെ വരവ്. വിമർശനങ്ങളിൽ കളക്ടർ ഒരു പേരല്ല സിസ്റ്റമാണെന്നായിരുന്നു സ്നേഹിൽ കുമാർ സിംഗിന്റെ പ്രതികരണം. കലക്ടർ വന്നിട്ടില്ല, അവരുടെ വിമർശനമാണ്. എൻ്റെ ഡെപ്യൂട്ടി കലക്ടർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കലക്ടർ നമ്മുടെ ജില്ലാ കലക്ടർ ഒരു പേരല്ല, ഒരു സിസ്റ്റമാണ്. സോ ഡെപ്യൂട്ടി കലക്ടർമാരുണ്ട്, തഹസിൽദാർമാരുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥനാണ്. സോ ഈ പോലീസും നമ്മുടെ ഉദ്യോഗസ്ഥനാണ്, മനസ്സിലായി. ഇത് PWD NH സോയിൽ സർവേ അത് നമ്മുടെ ഉദ്യോഗസ്ഥനാണ്. സോ ഇത് കലക്ടർ ഇൻഡിവിജ്വലായിട്ട് നോക്കാൻ ഒരു ആവശ്യം ആ സമയത്ത് ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് അതിന് ലൈക്ക് നമ്മുടെ ഉദ്യോഗം മാത്രമല്ല, മീഡിയ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. സോ നിങ്ങളും ഒരു റിപ്പോർട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടി. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നുമില്ല. മേഘശ്രീ ആയിട്ടും ഞാനും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാ സമയത്ത്. 26 രാത്രി, 27, 28 ഒന്നും പ്രശ്നമില്ല. ആൻഡ് അതനുസരിച്ച് നമുക്ക് ഇന്നലെ ഡിസൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ട്രാഫിക് ഓപ്പൺ ആയി. ഫ്യൂച്ചറായിട്ട് എങ്ങനെ ഉണ്ടാവും? ഭാരം കൂടിയ വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ ഉച്ചകഴിഞ്ഞ് തീരുമാനമുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ചുരത്തിൽ ചെറുവാഹനങ്ങൾ മാത്രമാണ് ഒറ്റവരിയായി കടത്തിവിടുന്നത്. എന്നാൽ മഴ ശക്തമായാൽ ഗതാഗതം അനുവദിക്കില്ല. പാറകൾക്ക് മുകളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മണ്ണ് സംരക്ഷണ വിദഗ്ധൻ PU ദാസ് പറഞ്ഞു. മഴ കൂടുതലുള്ളതുകൊണ്ട് കൂടുതലായിട്ട് ആഗിരണം വന്നതുകൊണ്ടും അതിൻ്റെ സൾഫേറ്റ് കൂടുകയും ആ മണ്ണ് അവിടെ നിന്നൊരു ചെറിയ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ താഴെയുള്ള പാറയും മരങ്ങളൊക്കെ തന്നെ തെന്നിമാറി പോരുന്നൊരു സ്വഭാവമുണ്ട്. അത് ഇവിടുത്തെ ചെരിവ് കൂടുതലുള്ളതാണ്. അത് വളരെ ദ്രുതഗതിയിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കാരണമായത്. പരിശോധന ആവശ്യമാണ്. അതിനെ സംബന്ധിച്ച് ആ വലിയ പാറകളുടെ 2 വശങ്ങളിലായിട്ട് 2 കാവിറ്റീസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. അതിന് വളരെ വിശദമായിട്ടുള്ളൊരു പരിശോധന ആവശ്യമാണ്. കോഴിക്കോട് അടിവാരത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മിഥില ബാലൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥില, നിയമപരമായി കോഴിക്കോട് ജില്ലാ കളക്ടറുടെ അധികാര പരിധിയിൽ വരുന്ന അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുള്ള റോഡിന്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. എന്നിട്ടും കോഴിക്കോട്ടെ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല എന്ന വിമർശനം ജനപ്രതിനിധിയായ T സിദ്ദിഖിനെ പോലുള്ളവർ പോലും ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം കാര്യങ്ങൾ പരിശോധിച്ചിരിക്കുന്നു. എന്താണ് ഉടനെ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ കളക്ടറുടെ മുന്നിലുള്ള ഒരു പ്ലാൻ? ചെറുവാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ഭാരമുള്ള വാഹനങ്ങൾ ധാരാളം ഈ വഴിയരികിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഭാരമുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത് സംബന്ധിച്ച തീരുമാനം എപ്പോഴുണ്ടാകും? ഈ വിവാദങ്ങളോടൊക്കെ പ്രതികരിക്കാൻ ജില്ലാ കളക്ടർ തയ്യാറായോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മിഥില? ഗോപികൃഷ്ണൻ, ആദ്യം തന്നെ പറയട്ടെ, വിവാദങ്ങളോട് കൃത്യമായ ഒരു പ്രതികരണം ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. കളക്ടർ എന്നത് ഒരു വ്യക്തിയല്ല, ഒരു സിസ്റ്റമാണ്. ഈ സംഭവം ഉണ്ടായ ആ സമയത്ത് തന്നെ ഡെപ്യൂട്ടി കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു തരത്തിലുള്ള ആശയവിനിമയം നടന്നില്ല എന്ന ഒരു ആരോപണം തെറ്റാണ്. ആശയവിനിമയം കൃത്യമായി നടന്നിട്ടുണ്ട്. വയനാട് കളക്ടർ മേഘശ്രീയുമായി ഇത്തരം കാര്യങ്ങൾ താൻ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ സ്പോട്ടിൽ വന്നു, ആശയവിനിമയം നടന്നു. കൃത്യമായി താൻ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിശോധനയ്ക്ക് അനുസരിച്ചുള്ള നിയന്ത്രണങ്ങളും സംവിധാനങ്ങളുമാണ് ഈ ചുരത്തിൽ ഏർപ്പെടുത്തിയത് എന്ന ഒരു വിശദീകരണം, അല്ലെങ്കിൽ എന്താണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുള്ള ഒരു മറുപടിയായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഇനി രണ്ടാമത്, ഇനി എന്താണ് ഈ ചുരത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നതാണ്. ഇന്ന് 2 മണിക്ക് ചേരുന്നത് എല്ലാ വിഭാഗം വകുപ്പുകളും ഈ ഒരു യോഗത്തിൽ, പോലീസും ഒപ്പം തന്നെ ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം വകുപ്പുകളും ഈ ഒരു യോഗത്തിൽ ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും നിയന്ത്രണങ്ങൾ ഏത് രീതിയിൽ തുടരണം. അതായത് നിലവിലിപ്പോൾ ചെറിയ വാഹനങ്ങൾ, അതായത് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അത് നിലവിലിപ്പോഴും ഈ എനിക്ക് പിന്നിലൂടെ എല്ലാം കാണാം, അത് കടന്നു പോകുന്നുണ്ട്, വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഭാരം കൂടിയ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. KSRTC ബസ് ഉൾപ്പെടെയൊന്നും കടത്തിവിടുന്നില്ല. അത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് കൂടി കടന്നു പോകുന്ന ജനങ്ങളുടെ സേഫ്റ്റി തന്നെ ആണ് പ്രധാനം എന്ന് കളക്ടർ പറയുന്നുണ്ട്. ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ 2 മണിക്ക് അടിയന്തരമായി ഒരു വിദഗ്ധ സമിതി യോഗം ഓൺലൈനിൽ ചേരുന്നത്. ആ വിദഗ്ധ സമിതി യോഗത്തിന് ശേഷമായിരിക്കും നിയന്ത്രണം ഏത് രീതിയിൽ തുടരണം. പ്രത്യേകിച്ച് മഴയുണ്ട് നിലവിലിപ്പോൾ ചുരത്തിൽ. അതുകൊണ്ട് തന്നെ ഈ മഴ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വാഹനങ്ങൾ കടത്തിവിടുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്താതെ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയില്ല എന്ന് കളക്ടർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം ഉച്ചയ്ക്ക് 2 മണിക്കുള്ള യോഗത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ കളക്ടർക്ക് ഇതിനകം തന്നെ ഈ വിദഗ്ധ സമിതിയുടെ ഒരു റിപ്പോർട്ട് കളക്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ പറ്റി ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നിലവിൽ അപകട ഭീഷണി ഇവിടെ നിലനിൽക്കുന്നില്ല. അതേസമയം തന്നെ റോഡിൽ ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നും ഇവിടെ പരിശോധന നടക്കും. 2 മണിക്ക് വിദഗ്ധ സമിതി യോഗം ചേരും. അതിനുശേഷം നിയന്ത്രണ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഒപ്പം തന്നെ വടകര റൂറൽ SPയും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യവും ഇതുതന്നെയാണ്. നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ എന്തുതന്നെയായാലും ഇന്നു തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. അത് ഈ വിദഗ്ധ സമിതി യോഗം 2 മണിക്ക് ഓൺലൈനിലാണ് ഈ യോഗം ചേരുക. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക.
ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്ന ഓൺലൈൻ യോഗത്തിന് ശേഷമായിരിക്കും ഭാരമുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഗതാഗതം എങ്ങനെ തുടരണം എന്ന കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാവുക. ഏതായാലും മണ്ണിടിച്ചൽ പ്രദേശത്ത് ജില്ലാ കളക്ടർ എത്തിയിരിക്കുന്നു. ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഇന്ന് മറുപടി നൽകുകയും ചെയ്തു. മിഥില ബാലൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.